ചാണകവും ജൈവമാലിന്യവും ബയോഗ്യാസാക്കി മാറ്റുന്ന ഗോവർദ്ധൻ പദ്ധതി ഒരുങ്ങുന്നു. 10 വർഷത്തിനുള്ളിൽ കംപ്രസ്ഡ് ബയോഗ്യാസിനെ പ്രധാന ഊർജ്ജ സ്രോതസ്സാക്കുകയാണ് ലക്ഷ്യം. 23,731 കോടി രൂപയാണ് ഗോവർദ്ധൻ പദ്ധതിക്കായി കേന്ദ്രം നീക്കിവെക്കുന്നത്. 10 വർഷത്തിനകം CBGയെ രാജ്യത്തെ പ്രധാന ഊർജ്ജ സ്രോതസ്സുകളിലൊന്നായി മാറ്റും. ഉപയോഗിക്കുന്ന പ്രകൃതിവാതകത്തിന്റെ പകുതിയിലേറെയും ഇറക്കുമതി ചെയ്യുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഇറക്കുമതി പ്രതിസന്ധിയിലായത് വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചത്. LNG ലഭ്യത കുറഞ്ഞത് രാജ്യത്തെ വ്യവസായ മേഖലയും ബാധിച്ചിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് ഗോവർദ്ധൻ പദ്ധതി വിപുലമാക്കുന്നത്. സ്വകാര്യ മേഖലയ്ക്കും പ്ലാന്റുകൾ സ്ഥാപിക്കാൻ അനുമതിയുണ്ട്. ചെറുകിട സംരംഭകർക്ക് മുതൽ മുടക്കിന്റെ 85% വരെ വായ്പ ലഭ്യമാക്കാനും തീരുമാനിച്ചു. സിറ്റി ഗ്യാസ് പൈപ്പ് ലൈനുകളുമായി ബന്ധിപ്പിച്ചായിരിക്കും ഇന്ധനം വിതരണം ചെയ്യുന്നത്. പൈപ്ഡ് നാച്ചുറൽ ഗ്യാസിൽ CBG ചേർക്കും. മെട്രിക് മില്യൺ ബ്രിട്ടീഷ് തെർമോ യൂണിറ്റിന് 2,110 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക്. മാലിന്യം ഇന്ധനമാക്കി മാറ്റുന്നതോടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കും. ഫോസിൽ ഇന്ധന ഉപയോഗം കുറയുന്നതോടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതും കുറയും. 2018 സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായാണ് ഗോവർദ്ധൻ പദ്ധതി നടപ്പാക്കി തുടങ്ങിയത്. രാജ്യത്ത് ഇതിനകം 217 CBG പ്ലാന്റുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.